അസ്സലാമലൈക്കും. അപ്പോൾ ഒരു പണിയില്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ നമ്മൾ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചൊന്ന് പ്രകൃതിയിലൊക്കെ ഇറങ്ങാന്ന്. അങ്ങനെ ഞാൻ ഇതാ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രകൃതിയിലോട്ട് ഇറങ്ങിയ സമയത്ത് കണ്ട കാഴ്ച എന്താ, എന്റെ വാപ്പ പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യനെയാണ് ഞാനിവിടെ കണ്ടത്. ഈ ദേശത്ത് അങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റൂല. കാരണം വെറുതെ തന്നെ ഇങ്ങനെയുള്ള ഓരോ പണി നമുക്ക് ഇങ്ങനെ പുറകെ വരും. ഈ രണ്ട് വാഴകളാണെങ്കിൽ എന്റെ സഹോദരന്മാരെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ രണ്ട് വാഴകളെ എന്റെ സഹോദരന്മാരെ പോലെയാണ് എന്റെ വാപ്പ നോക്കുന്നത്. പക്ഷെ എന്നെ വലിയ പ്രതീക്ഷയില്ലെങ്കിൽ ഈ വാഴകളെ വാപ്പക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഞാനിപ്പോ കാണിക്കാൻ പോകുന്നതാണ് എന്റെ വാപ്പയുടെ എന്റെ ഉമ്മയുടെ ഈ സ്വർഗരാജ്യം. ഇത് ഇവർ കുറെ നാളുകൊണ്ട് കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയ സ്വർഗരാജ്യമാണ്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. വഴുതനങ്ങ, പയറ്, മുളക്, പിന്നെ വെണ്ടയ്ക്ക എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ വാപ്പക്ക് കർഷകശ്രീ അവാർഡ് എന്തായാലും കിട്ടാതെ പോയി. പക്ഷെ വാപ്പക്ക് ഫേമസ് ആണെന്ന് അത്ര ഇഷ്ടം. കുറെ നേരമായിട്ടാണെങ്കിൽ ഭയങ്കര ഹിന്ദി കേൾക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ബായ് ആണെങ്കിൽ ഇവിടെ ഡ്രസ്സ് വിൽക്കാൻ വേണ്ടി വന്നേക്കാണ്. എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് ബായ്ക്ക് മനസ്സിലാകുന്നില്ല. ബായ് അതെന്നാണെങ്കിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ വാപ്പയുടെ മൂത്ത വാഴയ്ക്ക് നമ്മളൊരു പാൻറ് എടുത്ത് കൊടുത്തു. 2 ദിവസം കഴിയുമ്പോൾ ഇത് വെള്ള കളർ ആവുമെന്ന് അള്ളാഹ്ക്കറിയാം. എനിക്കാണെങ്കിൽ ഇവിടെ ലക്സറി ലൈഫാണ്. ഓർഡർ ചെയ്ത സാധനം അപ്പൊ കയ്യിലെത്തും. ഏതല്ല ജീവിതം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിലേക്ക് ഒരു ചേട്ടൻ വന്നു. ഞാൻ ചേട്ടൻ ഫുഡ് കൊടുക്കുക. ഈ ചേട്ടനാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ വീട്ടിൽ വരലുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഈ ചേട്ടനാണെങ്കിൽ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചെവിക്ക് കേൾവിയില്ല, അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയില്ല. ചേട്ടൻ അങ്ങനെ കുടുംബക്കാരൊന്നും ഇല്ല. ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. മാനസികമായിട്ട് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ വേറുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കല്. പക്ഷെ എല്ലാവരും അങ്ങനെ കൊടുക്കലൊന്നും. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നേരെ ഒരാൾ ഭക്ഷണം ചോദിച്ചിട്ടാണ് നമ്മളവരെ അപമാനിച്ചു വിടാൻ പാടില്ല. അപ്പോ വലൈക്കും സലാം.